ഹലോ ഫ്രണ്ട്സ്, പൈത്തണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വേർഡ് നമ്മൾ യൂസറിൻ്റെ ഇൻപുട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം ആ വേർഡ് വെച്ചിട്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം വേർഡ് എന്ന് പറഞ്ഞ്. എന്നിട്ട് നമുക്ക് ഇൻപുട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ, യൂസർ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇൻപുട്ട് എന്ന് തന്നെ എൻ്റർ എ വേർഡ് എന്ന് പറയുക. അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിവിടെ വേർഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ വാല്യൂ നമുക്ക് കിട്ടും യൂസർ ഇൻപുട്ട് ചെയ്യാൻ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കത് ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യണം. ഇപ്പം എൻ്റർ ചെയ്യുന്ന വേർഡ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഹലോ എന്നാണെങ്കിൽ ആദ്യം എച്ച്, പിന്നെ എച്ച് ഇ, പിന്നെ എച്ച് ഇ എൽ, പിന്നെ എച്ച് ഇ എൽ എൽ, പിന്നെ എച്ച് ഇ എൽ എൽ, അങ്ങനെ രീതിയിലാണ് പാറ്റേൺ ഉണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു പ്രിന്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രിന്റ് നമുക്ക് പറയാം വേർഡ് ഓഫ് 0,1 എന്ന് കൊടുക്കാം. നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാം. ഇപ്പം നമുക്ക് എൻ്റർ എ വേർഡ് എന്ന് വന്നു. ഞാനിവിടെ പൈത്തൺ എന്ന് കൊടുക്കുന്നു. ഇപ്പം അവിടെ പി വന്നു. അപ്പം നമുക്ക് അടുത്തത് 2 അക്ഷരമാണ് വേണമെങ്കിൽ നമുക്കിവിടെ ഈ 0 തൊട്ട്, അതായത് സ്റ്റാർട്ടിങ് ഫ്രം ബിഗിനിങ് ടു 2 ലെറ്റേഴ്സ് ആണ് പറയുന്നത്. സ്റ്റാർട്ട് തൊട്ട് 2 അക്ഷരം. നമുക്കൊന്ന് റൺ ചെയ്യാം. ഇപ്പം ഞാനിവിടെ വീണ്ടും പൈത്തൺ തന്നെ കൊടുക്കുന്നു. കണ്ടു പി വൈ. അങ്ങനെ നമുക്ക് ഈ എത്രയാണ് എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ ഇനി വേരിയബിൾ ആക്കും. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഞാനിപ്പോൾ ഒരു ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആക്കിയിട്ട് നമുക്കതിൽ ഒരു ഫോർ ലൂപ്പ് വഴി വാല്യൂ സപ്ലൈ ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് നമുക്ക് എന്ത് പറയാം, 0, len ഓഫ് ആ വേർഡ് എന്ന് പറയാം. ഈ വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനകത്താണ് വാല്യൂ കിട്ടുന്നത്, അങ്ങനെ പറയാം. എന്നിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആഡ് ചെയ്തിട്ട് ഇതിനകത്താണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഇത് നമുക്കിവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പ്രിന്റ് ഫോർ ഐ ഇവിടെ കൊടുത്തില്ല. ഫോർ ഐ ഇൻ റേഞ്ച് 0 to 0 സോറി, ഇവിടെ നമുക്ക് 1 കൊടുക്കാം. 1 to len ഓഫ് വേർഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിനേക്കാൾ റേഞ്ചിൽ നിന്ന് വരുമ്പം ഇപ്പം len ഓഫ് വേർഡ് ഇപ്പം നമ്മളിപ്പോൾ പൈത്തൺ എൻ്റർ ചെയ്തെങ്കിൽ 6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 to ആണ്, നമുക്ക് 1 കൂടുതൽ കൊടുക്കാം. +1 എന്നൂടെ കൊടുത്തേക്കാം. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് ഐ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അത് 1 തൊട്ട് ലെങ്ത്തിനേക്കാളും 1 കൂടുതൽ. ഇപ്പം നമ്മളിവിടെ പൈത്തൺ എന്ന് കൊടുക്കുന്നു, ഇൻപുട്ടായിട്ട് പൈത്തൺ കൊടുക്കുന്നു. ഇപ്പം നമുക്കിവിടെ കാണാം PYTHON അങ്ങനെ പൈത്തൺ എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന വേർഡിൻ്റെ ഡിസെൻഡിങ് ഓർഡർ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഹലോ എന്ന് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആദ്യം ഹലോ, പിന്നെ HELL, പിന്നെ HEL, പിന്നെ HE, പിന്നെ H, ആ രീതിയിൽ റിവേഴ്സ് ഓർഡറിൽ, അതായത് ഡിസെൻഡിങ് ഓർഡറിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് ആ സ്ട്രിങ്ങിനെ എപ്പോഴും നമുക്ക് റിവേഴ്സ് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളിവിടെ വേർഡിൻ്റെ ഇവിടുന്ന് 0 to ഇവിടെ ഇത് മാക്സിമം വാല്യൂ ആകണം. അതായത് ആ വേർഡിൻ്റെ ലെങ്ത് തന്നെ ആകണം. അതാണൊക്കെയാണ് ഇവിടെ നമുക്ക് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ 0 എന്നുള്ളത് ഇവിടുന്ന് മാറ്റുക, എന്നിട്ട് ഇവിടെ 0 ആക്കുക, എന്നിട്ട് തിരിച്ച് സ്റ്റെപ്പാണ് അടുത്ത ഇത് പറയുന്നത് സപ്ലൈ ചെയ്യുന്ന സ്റ്റാർട്ടിങ് ഫോർ ലൂപ്പിൻ്റെ ആണെങ്കിൽ ഇവിടെ ഇപ്പം 6 ലെറ്റർ പൈത്തണമെങ്കിൽ 6 + 1 7 ലെറ്റർ ടു 0 വരെയുള്ള അത്, അതായത് 7 6 4 5 3 2 1 0. അപ്പോൾ അതിനുവേണ്ടി അത് കുറയ്ക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്സ് ആണ് ഈ കാണിക്കുന്നത്. -1 എന്ന് വെച്ചാൽ ഓരോന്ന് സ്റ്റെപ്പ് കുറഞ്ഞു വരും. ഇവിടെ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ സ്റ്റെപ്പ് കൂടും. ഇവിടെ 2 സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2 വെച്ച് കൂടും, 2 4 6 8 അങ്ങനെ. അപ്പം ഇവിടെ നമ്മൾ -1 കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം ഹോൾ വേർഡ് പ്രിന്റ് ചെയ്യും, പിന്നെ അതിൽ നിന്ന് കുറച്ച് ആയിരിക്കും ഇവിടെ ഇത് പ്രിന്റ് ചെയ്ത് കൊടുക്കുക അപ് ടു 0 വരെ. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ പൈത്തൺ എന്ന് എൻ്റർ ചെയ്യുന്നു. ഇപ്പം നമുക്ക് കാണാം ഇവിടെ ഒരു പ്രാവശ്യം കൂടുതൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഈ +1 വേണ്ട, നമുക്ക് ഇനി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് റൺ ചെയ്യാം. അപ്പം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിവിടെ പൈത്തൺ എന്ന് എൻ്റർ ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പം നമുക്ക് കാണാം പൈത്തൺ, പൈത്ത്, PYT, PY ആൻഡ് P
അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഡിസെൻഡിങ് ഓർഡറിൽ ഒരു പാറ്റേൺ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.